സെമിറ്റിക് മതങ്ങളിലെ ആദവും ഔവയും ഏദൻ തോട്ടവും സ്വർഗവും ഭഗവത്ഗീതയിലുണ്ടോ? മോക്ഷം എന്ന് പറയുന്നത് സ്വർഗം തന്നെയാണോ? എന്താണ് ഭഗവത്ഗീതയിൽ പറയുന്ന ആത്മാവ്? ഭഗവത്ഗീതയിലെ ആത്മാവും പരമാത്മാവും ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്ന പരിശുദ്ധാത്മാവും ഒന്നു തന്നെയാണോ? ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവത്ഗീതയിൽ പറയുന്ന ആത്മസങ്കല്പം, ഈ ആത്മാവ് എന്ന് പറയുന്നത് ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലും ഹിന്ദുയിസത്തിലും ഒരുമാതിരിപ്പെട്ട എല്ലാ മതങ്ങളിലും ബുദ്ധമതത്തിലും എല്ലാം പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് ആത്മാവ്. ഈ ആത്മാവുമായി ബന്ധപ്പെട്ടത് എന്ന രീതിക്കാണ് ആത്മീയത എന്നൊരു വാക്കും പൊതുവെ ഉച്ചരിച്ച് കേൾക്കാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഭഗവത്ഗീതയിൽ പറയുന്ന ആത്മാവ്? ഇതേ ആത്മാവ് തന്നെയാണോ ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിലും പറയുന്ന ആത്മാവ്? ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാമിലും ഏകദേശം ഒരേപോലത്തെ ആത്മാവിനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഒരു ആത്മാവ് ഒരു ശരീരത്തിൽ പ്രവേശിച്ച് ജീവൻ കിട്ടി, അത് ജീവിക്കുന്നത് മുഴുവൻ ആത്മാവാണ്. ആ ജീവൻ മരിച്ചതിന് ശേഷം ആ ആത്മാവ് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകുന്നു. അങ്ങനെയാണ് സെമറ്റിക് ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നത്. എന്നാൽ ഭഗവത്ഗീതയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലോസഫിയിലോ ആ രീതിയിലല്ല ആത്മാവിനെ കാണുന്നത്. ആ ആത്മാവ് വീണ്ടും പുനർജന്മം എടുക്കും, വീണ്ടും ജന്മങ്ങളെടുക്കും. അങ്ങനെ ആത്മാവ് സ്റ്റേബിൾ ആയതിനു ശേഷം പിന്നീട് അത് പുനർജന്മങ്ങൾ എടുക്കില്ല എന്ന രീതിയിലാണ് പറയുന്നത്. ഇതിനെ ഒന്നുകൂടെ വ്യക്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീതയിൽ രണ്ടു തരം ആത്മാവുണ്ട്. അതായത് ഒരു ജീവാത്മാവും ഒരു പരമാത്മാവും. പരമാത്മാവ് എന്ന് പറയുന്നത് ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ ആത്മാവ് എന്നുള്ള വേർഡിന് പകരം നമുക്ക് ജീവൻ എന്നൊരു വേർഡായിട്ട് നമുക്ക് കണക്കാക്കാം. അതായത് ആത്മാവിന് പകരം ജീവൻ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു ജീവിക്ക് ജീവൻ ഉണ്ടാകുകയും ജീവൻ നഷ്ടപ്പെടുമ്പോൾ ജീവി മരിച്ചു പോകുന്നു എന്ന് വിചാരിക്കുക. അതായത് ആത്മാവ് ശരീരത്തിൽ കയറുമ്പോൾ ജീവൻ വയ്ക്കുകയും ആത്മാവ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. ഈ ഭൂമി എന്ന് പറയുന്ന ഒരു ജീവമണ്ഡലമാണ്. ഭൂമിയിൽ ജീവനുണ്ട്, ജീവനുള്ളിടത്ത് ജീവി ഉണ്ടാവൂ. ഇതാണ് കൺസെപ്റ്റ്. അതായത് ഭൂമിയിൽ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നു. ആത്മാവ് ഉള്ളിടത്ത് മാത്രമേ ജീവൻ അല്ലെങ്കിൽ ജീവിക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് കൺസെപ്റ്റ്. ഈ ജീവമണ്ഡലത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ജീവി ഇല്ലാണ്ടായി പോകും, ചത്തുപോകും. അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഓക്സിജനും ഇതെല്ലാം ചേർന്ന വെള്ളവും ജലവും ഓക്സിജനും എല്ലാം ചേർന്ന ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പ്രഷറിലുമുള്ള ഈ ഒരു ജീവമണ്ഡലത്തിനകത്ത് അതിനെ ജീവൻ എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മാത്രമേ ജീവിക്ക് നിലനിൽക്കാൻ കഴിയൂ. ആ മണ്ഡലത്തിനെയാണ് ജീവൻ അല്ലെങ്കിൽ പരമാത്മാവ് എന്ന രീതിയിൽ ഭഗവത്ഗീതയിൽ പറയുന്നത്. ജീവി അല്ലെങ്കിൽ ജീവൻ എന്നൊക്കെ പറയുന്ന ഒരു ഫിനോമിനാണെന്ന് നമുക്കറിയാം. എന്താണ് അതിന്റെ സംഭവം എന്നൊന്നും ഇതുവരെ ആർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതൊരു ഫിനോമിനൻ, ഒരു പ്രതിഭാസമാണ് എന്ന രീതിയിലാണ് പറയപ്പെടുന്നത്. ജീവൻ എന്ന പ്രതിഭാസം, അതായത് ഓക്സിജനും ഹൈഡ്രജനും കാർബണും എല്ലാം ചേർന്നിട്ട് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പ്രഷറിലും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പ്രതിഭാസമാണ് ജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നത് ഈ പരമാത്മാവിന്റെ ഉള്ളിൽ, പരമാത്മാവ് എന്ന് പറയുന്ന സംഭവം നിറഞ്ഞു നിൽക്കുന്ന ആ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ജീവൻ, ആ ജീവനുള്ളിൽ ജീവാത്മാവ് എന്ന് പറഞ്ഞിട്ട് ഇതേ പരമാത്മാവിന്റെ തന്നെ ഒരു പാർട്ട്. പരമാത്മാവും ജീവാത്മാവും ഒന്ന് തന്നെയാണ്. എന്നാൽ ജീവാത്മാവ് പരമാത്മാവല്ല. കാരണം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ ജീവമണ്ഡലം എന്ന് പറയുന്നത്. അൺസ്റ്റേബിൾ ആയിട്ട് ഈ ജീവിക്കുള്ളിൽ ചില പ്രോസസ്സ് സംഭവിക്കുമ്പോൾ അൺസ്റ്റേബിളായി മാറുന്ന ആത്മാവിനെയാണ് ജീവാത്മാവായി പറയുന്നത്. ഈ അൺസ്റ്റേബിലിറ്റിയിൽ നിന്നും ഈ ജീവിച്ച് അവസാനം ഈ ആത്മാവ് പുറത്തു കടന്ന് അത് വീണ്ടും സ്റ്റെബിലിറ്റിയിലോട്ട് പോവുകയാണ്. അത് വീണ്ടും സ്റ്റേബിൾ ആയില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു ജീവിയായി മാറി അത് വീണ്ടും ജീവിക്കും. അങ്ങനെ ജീവിച്ച് ആ ഒരു പാർട്ടിന്, ആ ഒരു ചെറിയ കണം ആത്മാവിന് സ്റ്റെബിലിറ്റി വരുമ്പോൾ, അതായത് പല ജന്മങ്ങളെടുത്ത് അത് സ്റ്റേബിൾ ആകുമ്പോൾ അത് പരമാത്മാവിൽ വീണ്ടും ലയിക്കും. പിന്നീട് അത് പരമാത്മാവിന്റെ പാർട്ടായി നിലകൊള്ളും. അത് വീണ്ടും ഒരു പുനർജന്മം എടുക്കില്ല. അങ്ങനെ പോകുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സ്വർഗത്തിലോട്ട് ചെല്ലുകയോ അല്ലെങ്കിൽ അവിടെ ഒത്തിരി സന്തോഷങ്ങൾ അനുഭവിക്കുകയോ അല്ലെങ്കിൽ സുഖങ്ങൾ അനുഭവിക്കുന്ന ഒരു സിസ്റ്റം അല്ല മോക്ഷം എന്ന് പറയുന്നത്. രവിചന്ദ്രൻ സാറിനും ഇത് അറിയാവുന്നതാണ്. പക്ഷെ അദ്ദേഹം അതിനെ അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്നതാണ്. ഇനി ഭഗവത്ഗീതയിൽ സ്വർഗത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വീരന്മാരായ മനുഷ്യർ യുദ്ധം ചെയ്താൽ വീരസ്വർഗത്തിൽ പോകാൻ കഴിയും. ഈ സ്വർഗം എന്നും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ ഈ ഫിലോസഫി എല്ലാം ഉരുത്തിരിഞ്ഞു വന്ന കാലത്ത് ആദ്യകാലങ്ങളിൽ സ്വർഗനരകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വീണ്ടും ഫിലോസഫി കൂടുതൽ അപ്ഡേറ്റഡ് ആയപ്പോഴാണ് സ്വർഗനരകങ്ങൾ അവരുടെ
തിങ്കിങ്ങിൽ, അവരുടെ ലോജിക്കിൽ നിൽക്കാതെ വന്നപ്പോഴാണ് സ്വർഗത്തിനേക്കാൾ അപ്പുറമായിട്ട് ഈ ആത്മാവ് എന്നുള്ള കൺസെപ്റ്റൊക്കെ ചേഞ്ചായി ഈ മോക്ഷം എന്നുള്ള കൺസെപ്റ്റിലോട്ട് അവർ മാറിയത്. സ്വർഗത്തേക്ക് അവർ ഔട്ട്ഡേറ്റഡ് ആയി പോയപ്പോഴാണ് മോക്ഷം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ട് വരികയും അങ്ങനെ അദ്വൈതം പോലത്തെ ഫിലോസഫിക്ക് വന്നപ്പോൾ രണ്ടാത്മാവില്ല, ഒരൊറ്റ ആത്മാവേ ഉള്ളൂ, അതാണ് പരമാത്മാവ്. പരമാത്മാവിൽ നിന്നും വേറിട്ടതല്ല ജീവാത്മാവ് എന്നുള്ള കൺസെപ്റ്റിലോട്ടൊക്കെ വന്ന് അദ്വൈതത്തിലോട്ടൊക്കെ വന്ന് ചേർന്ന് ഇന്നിപ്പോൾ നിലനിൽക്കുന്നത് അദ്വൈതത്തിലാണ്. അതിനു മുൻപ് സ്വർഗവും നരകവും ഒക്കെയുള്ള ദ്വൈത സിദ്ധാന്തത്തിലോട്ടും ഒക്കെ പുറകെ പോകുന്നുണ്ട്. മുൻപ് അതൊക്കെ ഉണ്ടായിരുന്നു, അതിനുശേഷം അതെല്ലാം ഇല്ലാതായിട്ട് ഫൈനലായിട്ട് അദ്വൈതത്തിൽ അല്ലെങ്കിൽ മോക്ഷ സിദ്ധാന്തത്തിൽ എത്തി നിൽക്കുകയാണ് ഇന്ത്യൻ ഫിലോസഫി. പക്ഷേ ഭഗവത്ഗീതയിൽ ഈ സ്വർഗത്തെയും നരകത്തെയും പറ്റി പറയുന്നുണ്ട്. ഈ സ്വർഗത്തിൽ പോകുമെന്നും നമ്മൾ ഇവിടെ നല്ല പ്രവർത്തികൾ ചെയ്യുകയും നമ്മുടെ കുലത്തൊഴിൽ അല്ലെങ്കിൽ നമുക്ക് എന്താണോ പറഞ്ഞ ജോലി ആ ജോലി ആത്മാർത്ഥമായിട്ടൊക്കെ ചെയ്യുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോവുകയും സ്വർഗത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അനുഭവിക്കുകയും കുറേ സന്തോഷങ്ങളൊക്കെ അനുഭവിക്കുകയും, ഫോർ എക്സാമ്പിൾ ഇസ്ലാമിലൊക്കെ പറയുന്ന പോലത്തെ ഹൂറികളും എല്ലാം, മദ്യവും ഹൂറിയും എല്ലാം അനുഭവിച്ചതിന് ശേഷം നമ്മൾ ചെയ്ത നല്ല പ്രവർത്തികളെല്ലാം അവസാനിക്കുമ്പോൾ വീണ്ടും നമ്മൾ ഭൂമിയിലേക്ക് തിരിച്ചയക്കപ്പെടുകയും, അതായത് പറയുന്നത് നമ്മളെ സ്വർഗത്തിൽ നിന്നും ജലം പോലെ നീരാവിയാക്കി മേഘങ്ങളിലോട്ട് തള്ളുകയും മേഘങ്ങളിൽ നിന്നും മഴയായി ഭൂമിയിൽ പതിക്കുകയും ഭൂമിയിൽ നിന്നും ചെടികളുടെ വേരുകളിലൂടെ ജലത്തോടൊപ്പം ആത്മാവ് ചെടികളിലെത്തുകയും അത് മൃഗങ്ങളുടെ ശരീരത്തിലെത്തുകയും മൃഗങ്ങളുടെ ശരീരം ഭക്ഷിക്കുന്ന മറ്റ് ജീവികളിലൂടെ അടുത്ത ലെവലിൽ പോവുകയും അങ്ങനെ അതും അവസാനം മനുഷ്യനിലെത്തുകയും മനുഷ്യനിൽ നിന്നും അതൊരു ബീജമായി മാറി അതൊരു മനുഷ്യക്കുട്ടിയായി വീണ്ടും പുനർജന്മം എടുക്കും. ആ രീതിയിൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും പുനർജന്മങ്ങളെടുത്ത് വീണ്ടും ജീവിച്ച് സ്വർഗത്തിലോ നരകത്തിലോ പോയി ചെയ്ത പ്രവർത്തികൾക്കുള്ള ഫലം അനുഭവിച്ച് വീണ്ടും തിരിച്ചു വന്ന് പുനർജന്മം എടുത്ത് വീണ്ടും ജീവിച്ച് അവസാനം മോക്ഷത്തിലെത്തും എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അതിന് പല മോക്ഷമാർഗങ്ങൾ പറയുന്നുണ്ട്. നന്നായി ജോലി ചെയ്ത് മോക്ഷം നേടാം, നന്നായി പഠിച്ച് മോക്ഷം നേടാം, ധ്യാനിച്ചും ഭക്തിയിലൂടെയും മോക്ഷം നേടാം, അതിന് പല മാർഗങ്ങളിലൂടെ മോക്ഷം നേടാം. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിന് പല ജന്മങ്ങളിലൂടെ സ്റ്റെബിലിറ്റി കൈവരുമ്പോൾ പരമാത്മാവിൽ നമ്മൾ എത്തിച്ചേരും. അങ്ങനെ നമ്മൾ മോക്ഷപ്രാപ്തിയിൽ എത്തും എന്നാണ്. അല്ലാതെ ഒറ്റ ജീവിതത്തിൽ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊന്നും ആരും മോക്ഷപ്രാപ്തിയിൽ എത്തില്ല. എത്ര ജന്മങ്ങളെടുത്താണോ സ്റ്റേബിൾ ആകുന്നത് അത്രയും ജന്മങ്ങളെടുത്ത് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമേ മോക്ഷത്തിൽ എത്തൂ എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഈ പറയുന്ന കാര്യം രവീന്ദ്രൻ സാറിന് നന്നായി അറിയാവുന്നതാണ്. പക്ഷേ കേട്ടിരിക്കുന്ന കേൾവിക്കാർക്ക് നന്നായി അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹം വളച്ചൊടിച്ച് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ഭഗവത്ഗീതയെ ഇകഴ്ത്താനായിട്ട് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്.